എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ് ഒരു പ്രാക്ടീസാണ് കേട്ടോ. 5 മിനിറ്റ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പക്ഷേ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് നമുക്ക് ഓരോ ദിവസവും കൂടുതൽ പോസിറ്റീവാക്കി മാറ്റാനും അതുപോലെ തന്നെ അന്നേ ദിവസമുള്ള നമ്മുടെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും നമുക്കിത് സാധിക്കും കേട്ടോ. ഇതുകൊണ്ട് കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ടൈമെന്ന് പറയുന്നത് ഒന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനും അതുപോലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപുമാണ്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന 2 ടൈമാണ് കേട്ടോ. അപ്പം നമ്മൾ ഏതൊരു പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ 2 ടൈം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് അതിവേഗം റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിൻ്റെ എനർജി ഫീൽഡിൽ ഡയറക്റ്റായിട്ട് എത്തുന്നു കേട്ടോ. കാരണം ആ സമയം നമ്മുടെ മൈൻഡ് ആയിക്കോട്ടെ ബ്രെയിൻ ആയിക്കോട്ടെ ചിന്തകളിൽ നിന്ന് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവ് ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അന്നത്തെ ഒരു ദിവസം നമ്മളെ ഫോളോ ചെയ്യുന്നതെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഞാൻ ഈ പറയുന്ന ഒരു 5 മിനിറ്റ് പ്രാക്ടീസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. 3 സ്റ്റെപ്പാണ് അതിനാവശ്യമുള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ബ്രീത്ത് എന്ന് പറയും. വേറൊന്നുമല്ല, നിങ്ങൾ എഴുന്നേറ്റ ഉടൻ കണ്ണുകളടച്ച് ഒരു 3 ഡീപ്പ് ബ്രീത്ത് 3 ദീർഘശ്വാസം എടുക്കണം കേട്ടോ. അത് വെറുതെ അല്ല, നിങ്ങൾ ഫസ്റ്റ് ബ്രീത്ത് എടുത്ത് ശ്വാസം പുറത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പറയേണ്ടുന്ന കാര്യമുണ്ട് കേട്ടോ. നന്ദി നമ്മൾ പറയേണ്ടത് ഞാൻ ഈ പറയുന്ന രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം. എൻ്റെ ഇന്നത്തെ ഈ ദിവസത്തിനും ഈ ജീവിതത്തിനും ഈ ആരോഗ്യത്തിനും നന്ദി എന്ന് ഓരോ വട്ടം ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ ഇത് വേണം പറയാൻ വേണ്ടി. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ബ്രീത്ത്. ഒന്നുകൂടെ പറയാം. എൻ്റെ ഇന്നേ ഈ ദിവസത്തിനും എൻ്റെ ഈ ജീവിതത്തിനും എൻ്റെ ഈ ആരോഗ്യത്തിനും നന്ദി എന്ന് 3 വട്ടം ഡീപ്പ് ബ്രീത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഓരോ വട്ടം ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ഇത് പറയണം. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് ബ്രീത്ത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഫർമേഷൻ കോൾ എന്ന് പറയും. അത് വേറൊന്നുമല്ല, നമ്മൾ ഒരു പോസിറ്റീവ് 1, 2, 3 പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം പറയുക. നിങ്ങൾ പോസിറ്റീവ് അഫർമേഷൻ ഒരുപാടൊന്നും പറയണ്ട, ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞാൽ മതിയാകും. ഇത് വേറൊന്നുമല്ല, ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. ഞാനിപ്പോൾ വളരെ സമ്പന്നനാണ്. ഇത് ഒന്നാമത്തെ അഫർമേഷനാണ്. ഞാനിപ്പോൾ വളരെ സമ്പന്നനാണ്. എൻ്റെ ഈ നന്മകളാൽ നിറഞ്ഞ ജീവിതത്തിനും എൻ്റെ ഈ പരിപൂർണ ആരോഗ്യത്തിനും നന്ദി. എൻ്റെ ഈ നന്മകളാൽ നിറഞ്ഞ ജീവിതത്തിനും എൻ്റെ ഈ ആരോഗ്യത്തിനും നന്ദി. എന്നിലേക്ക് വരുന്ന ഓരോരോ നല്ല അവസരങ്ങൾക്കും നന്ദി. ഇത് 3 മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയാകും. കാരണം നമ്മുടെ ഞാൻ സമ്പന്നനാണ് എന്ന് നമ്മൾ എന്താണ് രാവിലെ തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുറേ ദിവസം ഈ പ്രാക്ടീസ് നിങ്ങൾ ഈ അഫർമേഷൻ കോൾ ഇതുപോലത്തുള്ള രീതിയിലുള്ള അഫർമേഷൻസ് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അതിനകത്ത് റീപ്രോഗ്രാം ആകും കേട്ടോ. ആ സമയത്ത് നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ള നമ്മുടെ മനസ്സിലെ ചിന്തകളെല്ലാം നിങ്ങൾ ഡെയിലി ഇങ്ങനെ ചെയ്യുന്നത് വഴി പതിയെ നമ്മുടെ മൈൻഡിൽ നിന്നും മാറാൻ തുടങ്ങും. അപ്പോൾ ഈ 3 അഫർമേഷനാണ് നിങ്ങൾ അഫർമേഷൻ കോൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ബ്രീത്ത് കഴിഞ്ഞ് ചെയ്യേണ്ടതിൽ. ഈ 3 അഫർമേഷൻസ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയാകും. അടുത്ത് 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ വിഷ്വലൈസേഷൻ എന്ന് പറയും. ഈ ഫ്യൂച്ചർ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നുകിൽ ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിനൊന്ന് എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അത് നേടിക്കഴിഞ്ഞതായുള്ള ആ ഒരു വിഷ്വലൈസേഷൻ ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് വിഷ്വലൈസേഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യാം. പറഞ്ഞുകൊണ്ടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ അഫർമേഷനിൽ പറഞ്ഞതുപോലെ തന്നെ
തന്നെ ഞാനിപ്പോൾ അതീവ സമ്പന്നനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അതുപോലെ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞും നിങ്ങൾക്ക് ആ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വെറുതെ വിഷ്വലൈസേഷൻ വരില്ല. എന്തെങ്കിലും ഇതേപോലെ അഫർമേഷൻ പോലെ പറയുമ്പോൾ ആ ഒരു പിക്ചർ അവർക്ക് കിട്ടും. അതിലൂടെ അവർക്ക് നല്ലൊരു വിഷ്വലൈസേഷൻ നേടിയെടുക്കാൻ സാധിക്കും. അതല്ല, നിങ്ങൾക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ കുറച്ച് ഡ്രീംസ് ഉണ്ടെങ്കിൽ അതൊക്കെ അച്ചീവ് ചെയ്തതായിട്ടുള്ള ഒരു ചെറിയൊരു വിഷ്വലൈസേഷൻ, ഈ 3 സ്റ്റെപ്പും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം ഇത് എല്ലാവരും പറയുന്നത് 21 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളിത് ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾക്ക് സാധിക്കില്ല എന്ന് പതിഞ്ഞുപോയ കാര്യങ്ങൾ മാറ്റാനും ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ എനർജിയുടെ വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ്രേഷൻ കൂടുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൂട്ടിയെടുക്കാനും നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം നേടിയെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മൈൻഡ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് കാണും. കാരണം പ്രത്യേകിച്ച് നമുക്ക് സന്തോഷിക്കാനോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സ് വളരെ ഒരു അമിതമായ നെഗറ്റിവിറ്റി ചിന്തിക്കാതെയും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എപ്പോഴും നമ്മുടെ മൈൻഡിനുണ്ടായിരിക്കും. അതുപോലെ രാവിലെ നമ്മൾ ഇതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുന്നതെങ്കിൽ അന്നത്തെ ഡേ ഫുള്ളും നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്തു തീർക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ആദ്യം രാവിലെ തുടങ്ങുന്ന സമയത്ത് തന്നെ നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ മൈൻഡിൽ വരുന്നതെങ്കിൽ നമ്മുടെ ആ ഡേ ഫുള്ളായിട്ട് അതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ ഫോളോ ചെയ്യും. അതുകൊണ്ടാണ് ഈ 3 ചെറിയ സ്റ്റെപ്സ് വെറും 5 മിനിറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഈ 3 പ്രാക്ടീസും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ മിറാക്കിളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം ഓരോ ദിവസവും ഓരോരോ ചെറുതായിക്കോട്ടെ ചെറിയ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ 21 ഡേയ്സ് എന്ന് പറയുന്നില്ല, നിങ്ങൾ ഡെയിലി റുട്ടീനായിട്ട് തന്നെ രാവിലെ എഴുന്നേറ്റുടൻ ഇത് ഫോളോ ചെയ്യുക കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് കഴിയുന്നതും ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.